നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്നത്തെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെ ഒരു സീക്രട്ട്, അവരുടെ മനസ്സിൽ ഏറ്റവും സീക്രട്ടായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, രഹസ്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളോടുള്ള ഫീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ സിറ്റുവേഷൻ്റെ കാര്യമായിരിക്കാം, സാഹചര്യത്തിൻ്റെ കാര്യമായിരിക്കാം, എന്തെങ്കിലും ഒന്ന്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് എന്നുള്ളത് അറിയാൻ നോക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, 2 പൈൽ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഓക്കെ, നമുക്ക് പൈൽ വെക്കാം. ഞാൻ കുറച്ചുകൂടി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും അല്ലേ, പൈലിനുള്ള എടുക്കട്ടെ, ഒരു മിനിറ്റ്, സോറി. ഓക്കെ, ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പപ്പി ഡോഗ്. ഓക്കെ, രണ്ടാമത്തെ പൈൽ, സെക്കൻഡ് പൈൽ ഡക്ക്, യെല്ലോ ഡക്ക്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ പൈൽ 1 ഡോഗ് ചൂസ് ചെയ്ത ആൾക്കാരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിലെ ഒരു സീക്രട്ട്. ഇത് അഗെയിൻ ഞാൻ എല്ലാ തവണയും ഇനി പറയാൻ തുടങ്ങാം, ഞാൻ ഇടയ്ക്കത് വിട്ടുപോകുന്നതാണ്. ഇവിടെ ചില കാർഡ്സ് നമ്മൾ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല. ഓക്കെ, അത് നമ്മുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. ന്യൂഡ് പിക്ചേഴ്സ് ഉണ്ട് ഇതിൽ, അപ്പോൾ അത് കാണിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, ഞാൻ തുറന്ന് പറയാം. ഓക്കെ, സോ ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ആക്ച്വലി യെസ്, അവർ മറക്കുന്ന കാര്യം ഇവിടെ എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, അതായത് അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു മാരേജ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എംപ്രസ് കാർഡ് ഉണ്ട് ഇവിടെ, ആൻഡ് ഹൈറോഫൻ്റ് ആണ്. ഹൈറോഫൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാരേജ് കാർഡാണ്. ഇത് രണ്ടും ആക്ച്വലി, ഇത് മാരീഡ് ലേഡി എന്ന് പറയും നമ്മൾ. ഓക്കെ, ഹൈറോഫൻ എംപ്രസ് നിങ്ങൾ ലേഡി അല്ലെങ്കിൽ മാൻ മാറ്റിയെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ഓഫറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു പറയാം. ഓക്കെ, ജെൻസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. എനിവേ, നിങ്ങളുമായിട്ട് മാരേജ് ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു, മാരേജ് ശരിക്കും വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് അവരുടെ മനസ്സിൽ ഇതാണ് അവർ ഹൈഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ മൂൺ കാർഡും ഉണ്ട്, നമുക്ക് മൂൺ കാർഡ് ഉണ്ട്. ആൻഡ് അവർ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു മാരേജ്, ഫാമിലി എന്നൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ട്. അത്രയും അവർ ഡ്രീം ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. മൂണാണ്. മൂൺ പറയുമ്പോൾ നമ്മൾ രാത്രി നേരത്തുള്ള ഡ്രീംസ് എന്ന് പറയാം. അവർ പലതും മറക്കുന്നു എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ അത് ഉണ്ട് എന്ന് നമുക്ക് എടുക്കാം. ഇമോഷണലായിട്ട് അവർ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയാം. 9 ഓഫ് കപ്സ് ആണിത്. അപ്പം നമ്മൾ ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക എന്ന രീതിക്ക് പറയാം. ആൻഡ് ഹാപ്പിനെസ് എങ്ങനെയാണ് വരുന്നത് അവർക്ക്, ആ ഫാമിലി എന്ന രീതിയിൽ നിങ്ങളെ കാണുമ്പോഴാണ്. ആൻഡ് അതിന് വേണ്ടത് അവർക്ക് ഓഫറുമായിട്ട് അവർക്ക് നിങ്ങൾക്ക് വരാൻ ചില സമയത്ത് നമ്മുടെ എന്താ പറയുക, നാവ് ശരിയാവില്ല എന്ന് പറയില്ലേ, നിങ്ങൾക്ക് ഓഫറുമായിട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പക്ഷേ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ലോ ആണ്. ഓക്കെ, ആക്ഷൻ വളരെ സ്ലോ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന്. വരാൻ അവർ, പക്ഷേ ഇത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ സ്റ്റഡി ആയിരിക്കും. ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, സ്ലോ ആയിട്ട് ചെയ്താലും അവിടെ ഒരു നമുക്ക് കുറച്ചുകൂടി നമുക്ക് വിശ്വസിക്കാം, സ്റ്റെബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയാം. സോ അവർ അങ്ങനെ ഒരു ഓഫറുമായിട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ആൻഡ് ഇവിടെ അതിനെക്കുറിച്ച് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. മേ ബി ഇത് എന്താവും എന്നുള്ള പേടികളായിരിക്കാം. ആക്സെപ്റ്റ് ചെയ്യുമോ മറ്റുള്ളവർ, ചിലവർക്ക് ഇവിടെ നിങ്ങൾക്ക് റിലീജിയൻ വേറെ വലുതും ആയിരിക്കാം. ഹൈറോഫൻ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ അല്ലെങ്കിൽ എല്ലാവരും സമ്മതിക്കുമോ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ചില ഡൗട്ട്സ് ആയിരിക്കാം. ആ ഒരു കാര്യം അവരുടെ മൈൻഡിൽ ഡൗട്ടായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ലേശ കൺഫ്യൂഷൻ ഉണ്ട്. 2 ഓഫ് വോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് വഴിക്ക് പോകണം എന്ന് നമ്മൾ പറയില്ലേ, ഒരു തീരുമാനം, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. വെയിറ്റിംഗ് എനർജിയാണ് ആക്ച്വലി, അങ്ങനെയും പറയാം. വെയിറ്റിംഗും ആണ്. എന്നിട്ട് അവരൊരു ഈ റിലേഷൻഷിപ്പ് കുറെ കൂടി എന്തെങ്കിലും എന്തോ ഒരു വെയിറ്റിംഗ് പോലെയാണ്. എൻ്റെ ഇവിടെ അഗൈൻ ഒരു ഫുൾ കാർഡ് ഉണ്ട്. ഇവിടെ ഫുൾ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അതാണ്, ജസ്റ്റിസ്. ഓക്കെ,
ന്യായം ചെയ്യണം എന്ന് തന്നെയാണ്, നിങ്ങളോട് വളരെ ന്യായമായിട്ട് ശരിക്കും അവർക്ക് പ്രോപ്പറായിട്ട് കമ്മിറ്റ്മെന്റ് തന്ന് നിങ്ങളെ അവരെ ജീവിതത്തിലേക്ക് കൂട്ടണം എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെ വേണം എന്ന രീതിക്ക് തന്നെയാണ്. ഫുൾ കാർഡ് നമ്മൾ ന്യൂ ബിഗിനിങ് എന്നാണ് പറയുക അല്ലേ. അപ്പം ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ പക്ഷെ ഇതൊരു സർക്കിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കൊരു കണക്ക് എടുക്കാം, സൈക്കിൾ എൻഡ് ആവാൻ ഒരു എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ എന്ന് പറയാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അവർ കുറച്ചുകൂടി സ്റ്റേബിൾ ആവാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, ഫൈനാൻഷ്യലി ബെറ്റർ ആവാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും അപ്രൂവ് ചെയ്യട്ടെ എന്നുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. അങ്ങനെ ചില കാര്യങ്ങളുടെ ഒരു വെയിറ്റിംഗ് ആണ് ഇവിടെ. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതും മേ ബി ഇനി അവരുടെ മനസ്സിൽ നമുക്ക് വേറെ തരത്തിൽ പറയാം, എല്ലാവർക്കും കമ്മിറ്റ്മെൻറ്റ് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ചിലവർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ജസ്റ്റ് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ മേ ബി നിങ്ങളോട് എന്തെങ്കിലും സോറി പറഞ്ഞ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളോട് ജസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നവർ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ, അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ, അതിനുള്ള കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, മാരേജ് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. സോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. ബട്ട് നിങ്ങളെ കാണുന്നത് ആ രീതിക്കാണ്, അവരൊരു ഫാമിലി എന്ന രീതിക്ക് തന്നെയാണ് അവർ കാണുന്നത്. അവർ മേ ബി നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, ബട്ട് അവരുടെ മനസ്സിൽ ഡീപ്പായിട്ട് ഇതാണ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ കൂടുതൽ നമ്മൾ ബാക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇതാണ് പറഞ്ഞത് നമ്മൾ. ഡെഫിനറ്റ്ലി മാരേജ് കമ്മിറ്റ്മെന്റ് സാധിക്കുന്നവർക്ക് തരും, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റ്മെന്റ് നിങ്ങളോട് തരണം എന്ന രീതിയിലാണ് അവരുടെ ചിന്ത. ഓക്കെ, അതാണ് അവരുടെ മനസ്സിൽ ഹിഡൻ സീക്രട്ട്. ഇപ്പോൾ അതാണ് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് ഒറക്കിൾ മെസ്സേജസ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് കൂടി നോക്കാം. ഇൻറ്റഗ്രേഷൻ അഗൈൻ, ഇത് നമ്മുടെ 2 എടുക്കാം നമുക്ക്. ഓക്കെ, ചേഞ്ച്, സൈക്കിൾ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ കാർഡ്, അലോൺനെസ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, മൊറാലിറ്റി, കണ്ടീഷനിങ്. ഓക്കെ, ചില കാര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറയുന്നത്. അവർ ഞാൻ പറഞ്ഞില്ല സ്ലോ ആണ് ആക്ഷൻ. ആ സ്ലോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ചില കാര്യങ്ങൾ, അവരുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, അതിപ്പോൾ അവർക്ക് പോലും അറിയാതെ, ഓക്കെ, മേ ബി പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം, എവിടെയോ അവർക്ക് അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മുടെ മൈൻഡിൽ എവിടെയോ ബാക്ക് ഓഫ് ദ മൈൻഡ് നമുക്ക് കിടക്കൂലേ ചില പേടികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ മുമ്പ് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അത് നേരെ നടന്നില്ല, അങ്ങനെയുള്ള പേടികൾ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ റൂൾസിനനുസരിച്ച് നമ്മൾ നടക്കണം എന്ന് വീട്ടിലൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അങ്ങനെയായിരിക്കും. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ സെയിം കാസ്റ്റിൽ തന്നെ മാരേജ് ചെയ്യണം, അല്ലെങ്കിൽ ഒരേ ലെവലിലുള്ള ആൾക്കാരെ മാരേജ് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ അല്ലേ. ഒരുപാട് കണ്ടീഷനിങ് ഉണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. അതിനെ കണ്ടീഷനിങ് എന്നാണ് പറയുക. അതൊക്കെ സൊസൈറ്റി കണ്ടീഷനിങ് ആണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ ഒരു കൊണ്ടുവരുന്ന ചില ഒരു ബ്ലോക്കേജസ് ആയിട്ട് എടുക്കാം അതിനെ ആക്ച്വലി. ഓക്കെ, ബട്ട് അതൊക്കെയാണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതൊക്കെയാണ് അവരുടെ മൈൻഡിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് മൊറാലിറ്റി എന്ന് പറഞ്ഞാലും ഐ തിങ്ക് അതിവിടെ നമ്മൾ ന്യായമായ എന്താ പറയുക, നല്ലത് ചെയ്യണം, ശരിയായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ. ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ യൂണിയൻ്റെ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു യൂണിയൻ്റെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഒന്നിച്ചാവുക എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഇൻ ആൻഡ് യാങ് യൂണിയൻ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ യൂണിയൻ എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, എനിക്കിവിടെ യൂണിയൻ വരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ചേഞ്ച് വരുന്നു. ഓക്കെ, മാറ്റം വരും, നിങ്ങളുടെ കാര്യത്തിൽ സിറ്റുവേഷനിൽ മാറ്റം വരും. ഓക്കെ, പേഴ്സൺ ഒന്ന് ഇപ്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പേഴ്സൺ അത് നിങ്ങളോട് പറയുന്നില്ല കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് ഹെർമിറ്റ് ലെവലിൽ നമുക്ക് എടുക്കാം. പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒന്നും മാറ്റം വരണം. ഓക്കെ, അവരുടെ ലൈഫിൽ കുറേ നമ്മൾ പറയില്ലേ, സൊസൈറ്റി എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, കാസ്റ്റ് വേറെ കഴിച്ച് കഴിഞ്ഞാൽ എന്താവും, റിലീജിയൻ വേറെ ആയാൽ എന്താവും, മറ്റുള്ളവരെ സമ്മതിക്കുമോ, ഫാമിലി സമ്മതിക്കുമോ, എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് നമ്മുടെ സെയിം ആണോ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അങ്ങനത്തെ ചിന്തകൾ ആണ് അവർ ഇപ്പോൾ അതുകൊണ്ടാണ് അവർ സ്ലോ ആയിട്ട് വരുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, ബട്ട് അവർക്ക് വേണം എന്നുള്ളത് വളരെ ഉറപ്പാണ്. അവർക്ക് നിങ്ങളുമായിട്ട് യൂണിയൻ വേണം എന്നുള്ളത് വളരെ കൺഫേം ആണ്. ഓക്കെ, ചേഞ്ച് അവർ കൊണ്ടുവരും. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആയിട്ട് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഫുൾ കാർഡായിട്ടൊക്കെ എടുക്കാം. ഓക്കെ, ചേഞ്ചസ് വരും. ഇതിന് നിങ്ങൾക്ക് ഞാൻ അഡ്വൈസ് പറയാം, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ തുടങ്ങണം. ഓക്കെ, എന്തും ഫേസ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിലും ഈ ചിലപ്പോൾ പേടികൾ കാണും. അവർക്ക് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലും ഇതൊക്കെ കാണും. നിങ്ങൾ പറയുമില്ല ആ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തിനും റെഡിയാണെന്നൊക്കെ പറയും. ബട്ട് കാര്യത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ റെഡിയാണോ ചിന്തിക്കൂ. ഓക്കെ, നിങ്ങൾ കൂടിയത് ആലോചിക്കാനുള്ള ഒരു ടൈമാണ്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാം. എന്തായാലും പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറാണ്. സോ വെയിറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് പൈൽ 2. ഓക്കെ, ലെറ്റ്സ് സീ, പൈൽ 2 കാർക്ക് നിങ്ങളുടെ പേഴ്സണിന്റെ മൈൻഡിൽ
എന്താണ് സീക്രട്ട് നോക്കാം നമുക്ക്. എന്താണ് അവരുടെ സീക്രട്ട്? നിങ്ങളോടുള്ള എന്തെങ്കിലും ഫീലിങ്സിന്റെ കാര്യമാണോ? അവരുടെ മനസ്സിൽ എന്തെങ്കിലും സീക്രട്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ അറിയാനുണ്ടോ? യൂണിവേഴ്സ് എന്താ കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. സീക്രട്ട്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ സീക്രട്ട്. സോറി, ഇതൊന്നും ഞാൻ എടുക്കില്ല, ഓൾറെഡി ഒരുപാട് ചാടി. എന്താ? ഹലോ, ഒരു സെക്കൻഡ്. മേ ബി ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഫസ്റ്റ് പൈൽ വളരെ എനിക്ക് ഇഷ്ടമായി, ഓക്കെ, അതുകൊണ്ടായിരിക്കും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, പൈൽ 2 പേർക്ക് സീക്രട്ട് എന്താണ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സ്? പ്രിൻസ് ഓഫ് കപ്സ്, 2 ഫോൺ, സെയിം കാർഡാണ് അവിടെയും വന്നത്. നിങ്ങൾ പൈൽ 1 എടുക്കാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, ഇപ്പോൾ പറയുന്നില്ല, വെയിറ്റ്, ലെറ്റ്സ് സീ. 9 of Wands, oh, 9 of Swords, 9 of Wands, King of Pentacles, and okay, ഇവിടെ ആക്ച്വലി എനിക്ക് കാണുന്നത്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മറക്കുന്നത് അവരുടെ ചില സ്ട്രെസ്സാണ് മറക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതായത് അവരുടെ ലൈഫിൽ ചില പ്രോബ്ലംസ് ആയിരിക്കാം, ചില എന്തെങ്കിലും അവർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. അവർ വളരെ ഡിഫെൻസീവാണിപ്പോൾ. എനിക്ക് അവർ വളരെ ഡിഫെൻസീവായിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഒരു അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു ഡിഫെൻസീവായിട്ടാണ് നിൽക്കുന്നത്. സ്ട്രെസ് ഉണ്ട് അവർക്ക് ഒരുപാട്. ഓക്കെ, അവർക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ അഗെയിൻ സെയിം, ഐ തിങ്ക് ഫസ്റ്റ് പൈലിലും എനിവേ അത് രണ്ടും 2 സിനാരിയോ ആണ്. ഇവിടെയും 2 കാര്യത്തിൻ്റെ കൺഫ്യൂഷനായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്, ഇല്ലയെന്ന് പറയാം, അതുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ആയിട്ട് കാണുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ ടെൻഷൻ വേറെന്തോ കാര്യത്തിൻ്റെ നടക്കുന്നുണ്ട്. എനിക്ക് കുറേ പേര് ഇവിടെ എനിക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, കിങ് അല്ലെങ്കിൽ ക്വീൻ ആയിട്ട് എടുത്തോളൂ. ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ, അതായത് ഹസ്ബൻഡോ വൈഫിൻ്റെയോ മൈൻഡിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അവർ ലൈഫിൽ അവർക്ക് കുറച്ച് ഇഷ്യൂസ്, വളരെ സ്ട്രോങ് ആയിട്ട് ഇഷ്യൂസ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ ടവർ മൊമെൻറ്റ് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് ടവർ മൊമെൻ്റ് ആണ് എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ എന്തോ അവിചാരിതമായി വന്ന സംഭവങ്ങളായിരിക്കാം. അവർക്ക് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ലോസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ്, മാറ്റങ്ങൾ, തകർച്ചകൾ, അങ്ങനെ ഒരുപാട് ലൈക്ക് കുറച്ച് സ്ട്രോങ് ആണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇത് രണ്ടും കൂടി കാണുമ്പോൾ അവർ വളരെയധികം ഒരു ടെൻഷൻ സ്ട്രെസ്സിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ്. അതാണ് അവർ മറക്കുന്നത് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഈ മറക്കുന്ന കാര്യത്തിൽ ഓക്കെ വേറെ ഇത് കണ്ടു, കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട് അവരുടെ. ഇത് ഒരേ പേഴ്സൻ്റെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഫീലിങ്സ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിങ്ങളോട് ഫീലിങ്സ് ഉള്ളത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ബട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മൾ 2 ഓഫ് വോൺസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇത്തരത്തിൽ പറയാനാണ് തോന്നുന്നത്. അതായത് അവരുടെ മൈൻഡ് തന്നെ ഡിവൈഡഡ് ആണ്. ഓക്കെ, അതായത് ഒരു ഭാഗത്ത് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, വേറൊരു ഭാഗത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും ഉണ്ട്. സോ അവർ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ എന്ന് പറയാം. ഓക്കെ, അവർക്ക് അതിൽ ഏതിലിപ്പോൾ ഞാൻ പ്രയോറിറ്റി കൊടുക്കണം എന്ന്, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാൻ ഐ തിങ്ക് അവർ ഇപ്പോൾ സാധിക്കില്ല അവർക്ക്. ഓക്കെ, കാരണം അവർക്ക് അത്രത്തോളം അവർ മെൻ്റൽ സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാം. അത് മാരേജ് ആണ് എനിക്ക് കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ മാരേജ് പെട്ടെന്ന് വന്നതായിരിക്കാം, ലൈക്ക് മാരേജ് തീരുമാനിച്ച് അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവിടെയും എന്തെങ്കിലും ലൈക്ക് ഒന്നുമില്ലെങ്കിൽ ഫാമിലി പ്രശ്നം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് രണ്ടും ആവാം. ഹാങ്മാൻ സിറ്റുവേഷനും കാണുന്നുണ്ട്. അവർക്ക് എന്തിലൊക്കെയോ പെട്ട് നിൽക്കുന്ന പോലെയാണ്, എന്തൊക്കെയോ അവർ സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ്. അവർക്ക് ലൈഫിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും കൊണ്ട് ആൻഡ് അവർക്കൊന്നും നീങ്ങുന്നില്ല. മേ ബി ഐ തിങ്ക് അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് വളരെ ഡെവിൾ ഉണ്ട്, തേർഡ് പാർട്ടി എനർജി ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്, വളരെ വളരെ സ്ട്രോങ് ആണ്. 7 of Wands. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഡൗട്ടൊന്നുമില്ല, നിങ്ങളോട് വളരെയധികം ഫീലിങ്സ് ആയിട്ട് തന്നെയാണ്. ഒരുപാട് നമ്മൾ താഴേക്ക് പോരുത്. പക്ഷേ ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. മേ ബി അങ്ങനെ വല്ലതും പെട്ടതായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ വല്ല തേർഡ് പാർട്ടിയിൽ പോയി പെട്ടതായിരിക്കും. ഓക്കെ, അങ്ങനെ ആവാം. അല്ലെങ്കിൽ അവർക്ക്
ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് സ്ട്രെസ് അവർ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് പലതരത്തിലും ആവാം. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, ഫാമിലിയിൽ ഇഷ്യൂസ് ആവാം. ഓക്കെ, കാരണം ഇവിടെ ഡബിൾ എനർജി ഒരു തരത്തിൽ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ഒരു അതിൽ പോയി പെട്ട പോലെ എന്നൊക്കെ പറയും. സോ മേ ബി വല്ലവർക്കും ഇനിയിപ്പോൾ പൈസ കൊടുക്കാൻ നീ അങ്ങനത്തെ വല്ല കാര്യങ്ങൾ പോയി പെട്ടോ, എന്തോ അങ്ങനെ ഒരു ചില കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. സോ ഇപ്പോൾ അവരുടെ മൈൻഡിൽ നമ്മൾ പറയുന്ന സീക്രട്ട് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് ഇത് ഫുള്ളി എക്സ്പ്രസ് ചെയ്യുന്നില്ല, അതൊന്നും തുറന്ന് പറയുന്നില്ല. എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയുന്നില്ല. അതാണ് അവരുടെ മൈൻഡിലെ സീക്രട്ട്. ഓക്കെ, അവരുടെ മൈൻഡ് ഡിവൈഡഡ് ആണിപ്പോൾ. അതായത് അവർക്ക് ഒരു ഭാഗത്ത് അവർക്ക് ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നും that നിങ്ങളുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം, ഒരു സ്നേഹത്തോടെ ഇരിക്കണം എന്നൊക്കെ അവരുടെ മൈൻഡിൽ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവരെ ഒരു വേറെ വശത്തേക്ക് അവരെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൽ അവർ ഒരുപാട് ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. ഈ പൈൽ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ്, തേർഡ് പാർട്ടി എനർജി നല്ല സ്ട്രോങ് ആയിട്ട് അതുകൊണ്ട് തേർഡ് പാർട്ടി കാരണം വന്ന വല്ല ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് അവരുടെ ലൈഫിലോ ഫൈനാൻസിലോ ഫാമിലിയിലോ ഒക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഒന്ന് രണ്ട് കാർഡ് കൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ എടുപ്പിക്കാം. ചീറ്റിംഗ്, 7 of Swords, അഗെയിൻ തേർഡ് പാർട്ടി എനർജിയാണ്. അവർ ഹൈഡ് ചെയ്യുന്ന അതാണ്. ഓക്കെ, ഹൈഡിങ്, അവർ തേർഡ് പാർട്ടിയെ കുറിച്ച് സെയിം. ഓക്കെ, തേർഡ് പാർട്ടിയിൽ പോയി പെട്ട ആയിരിക്കാം. എനിക്ക് അതായത് മേ ബി മാരേജിന് ഫാമിലി നിർബന്ധിച്ച് മാരേജ് കഴിച്ചായിരിക്കാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മേ ബി തേർഡ് പാർട്ടി. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, മെയിനായിട്ട് ഇവിടെ ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ പോയി പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റഡ് അവർ ഓൾറെഡി മാരീഡ് അങ്ങനത്തെ വല്ല സിറ്റുവേഷനിലാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളോട് മാരേജ് കഴിഞ്ഞതാണ് എന്ന് നിങ്ങളോട് മറിച്ച് കാണാം, അല്ലെങ്കിൽ മാരേജ് വരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് മറിച്ച് കാണാം. അതൊക്കെ ആയിരിക്കാം. അങ്ങനത്തെ ചില സീക്രട്സ് ആണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന അവരുടെ ഫാമിലി, നിങ്ങൾക്ക് ഓൾറെഡി അവർ മാരീഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അവരവിടെ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് മറക്കുന്നത്. ഓക്കെ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, ഫാമിലി ഇഷ്യൂസ് ആവാം, രണ്ടും കാണുന്നുണ്ട്, രണ്ടും തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, കാരണം ഇവിടെ വാച്ച് ചെയ്യുന്ന മാതിരിയൊക്കെ ഉണ്ട്, പോലെയൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണിനെ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് അവർ ശരിക്കും ഒരു കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് ഐ തിങ്ക് അതാണ് അവരുടെ മൈൻഡിലുള്ള സീക്രട്ട്. ബട്ട് അവർ നിങ്ങളുടെ അടുത്ത് അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവരുടെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഒരു ഭാഗത്ത് അവർക്ക് ഫീലിങ്സ് ഉണ്ട്, ഒരു ഭാഗത്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഇടയിൽപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ സെക്കൻഡ് പൈൽക്കാർക്ക് ഇവിടെ അതാണ് നമുക്ക് വന്നത്. ബാക്കി ഡീറ്റെയിലൊക്കെ നമ്മൾ വേറെ വേറെ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ടല്ലോ. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ മൈൻഡിലെ സീക്രട്ട് എന്നാണ്. ചിലവർക്ക് നിങ്ങൾക്കിപ്പോൾ സപ്പോസ് അവർ മാരേജ് കഴിഞ്ഞാണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം സീക്രട്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളുടെ സീക്രട്ട്, ഐ മീൻ അവരുടെ മനസ്സിലെ സീക്രട്ട്. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ഇനി നമുക്ക് അതിനെ ക്വസ്റ്റൻ ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് വേറെ ദിവസം ചോദിക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കൂടി ഞാൻ എടുക്കാം. ഇന്നർ വോയിസ്, എക്സിസ്റ്റൻസ്, ബേർഡൻ ഉണ്ടോ, ഫാമിലി ബേർഡൻ എന്ന രീതിക്ക് ഒക്കെ പറയാം. ഫ്രണ്ട്ലിനെസ്, ഷെയറിങ്, റൈറ്റ്നെസ് ആൻഡ് കംപ്ലീഷൻ. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ദറ്റ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ പ്രോബ്ലംസ് ഉള്ളത്. ഐ തിങ്ക് അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് ഇന്നർ വോയിസ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓൾറെഡി. എക്സിസ്റ്റൻസ് ആൻഡ് ബേർഡൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എനിക്ക് തോന്നുന്നത് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റിലാണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമത്തിലാണ്. അവർക്ക് ഒരുപാട് ബേർഡൻ ഉണ്ട്, അവരുടെ മേലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ബേർഡൻ നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ ഉണ്ട് വളരെയധികം. എനിക്ക് ഈ എക്സിസ്റ്റൻസ് സാധാരണ നമ്മൾ വേറൊരു രീതിക്ക് എടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ എനിക്ക് നമ്മുടെ റീഡിംഗ് അനുസരിച്ച് എനിക്ക് മാച്ച് വരുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ സർവൈവലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ തന്നെ ഇപ്പോൾ ഒരു പാടുപെടുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഫ്രണ്ട്ലിനെസ് ഉണ്ട്, നിങ്ങളോട് ശരിക്കും ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു കിങ് ഓഫ് കപ്സ് കണ്ടു നമ്മൾ. ഓക്കെ, എല്ലാം ഉണ്ടായിരുന്നു. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്, ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, ആൻഡ് അതൊക്കെ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും മാറി വരാനുണ്ട്. അവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ഒന്ന് ബെറ്ററായി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പം പേഴ്സൺ കോൺടാക്ട് ഇല്ലെങ്കിൽ
നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും എന്നും കാണുന്നുണ്ട്. ബട്ട് ഇപ്പോൾ പേഴ്സൺ അവരുടേതായ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ്. അവർക്ക് വളരെയധികം അവരുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, നിങ്ങളാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ശരിക്കും അവർക്ക് പറയില്ലേ, അവരെ പൂർത്തീകരിക്കുന്ന നിങ്ങളാണ്, എനിക്ക് പൂർത്തിയാക്കുന്നത് നിങ്ങളാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സമയം തരാനോ അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നും പറയുന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ സീക്രട്ട് എന്നല്ലേ പറഞ്ഞത്. അവരുടെ മനസ്സിലുള്ളത് എന്താണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് ഒന്നും സീക്രട്സ് ആയിട്ട് അവർ നിങ്ങളോട് തുറന്ന് പറയുന്നുമില്ല. ഓക്കെ, ബട്ട് ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റൈറ്റ്നെസ്സും ഉണ്ട്, ഷെയറിംഗ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവും, സിറ്റുവേഷൻ ബെറ്റർ ആവും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓവർകം ചെയ്യാനുണ്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പൈൽകാർക്ക് കിട്ടിയത്. ഐ തിങ്ക് കുറച്ച് ഷോർട്ടായി പോയി തോന്നുന്നു. പക്ഷെ ഇവിടെ അധികം എനിക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. സീക്രട്ട് ഐ തിങ്ക് തേർഡ് പാർട്ടിയെ കുറിച്ചാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച്, അവരുടെ ലൈഫിലുള്ള ടെൻഷൻസിനെ കുറിച്ചാണ് കണ്ടത്. ഓക്കെ, സോ എനിവേ നമുക്ക് ഇനി ഡീറ്റെയിൽ റീഡിങ് വേറെ ദിവസം എടുക്കാം. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.